ഗായ്സ് ഇപ്പോൾ റംദാൻ നോമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദ സെയിം ടൈം ക്രിസ്ത്യൻസിൻ്റെ 50 നോമ്പ്. അപ്പോൾ ഞാൻ ഓൾറെഡി 50 നോമ്പിലാണ്. അതായത് പച്ചക്കറി മാത്രം കൂട്ടും, ഏകദേശം ഒരു 50 ദിവസത്തേക്ക് മത്സ്യം മാംസാദികളൊക്കെ ഉപേക്ഷിക്കാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ എൻ്റെ ഫ്രണ്ട് വിളിച്ചത്, സഫാന. അപ്പോൾ അവളോട് ഞാൻ ചോദിച്ചു, നിനക്ക് എത്ര ക്ഷീണമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു നോമ്പിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, വൈകുന്നേരം നല്ല ഫുഡ് കഴിക്കാമല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു നീ ഒന്ന് നോമ്പ് എടുത്ത് നോക്കാം, അപ്പം അറിയാമെന്ന്. അപ്പോൾ എന്തായാലും അവൾ പറഞ്ഞുകൊണ്ട് ഞാൻ നാളെ രാവിലെ തൊട്ട് റംദാൻ നോമ്പെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ 4:30 ആയപ്പോഴേക്കും ഞാൻ അലാറം വെച്ച് എണീച്ചു. കാരണം എനിക്ക് 5 മണിക്കുള്ളിൽ ഭക്ഷണം കഴിക്കണം. പിന്നെ ഓടി ചെന്നിട്ടൊരു കാപ്പി ഇട്ടു. തലേ ദിവസം അമ്മ നല്ല ദോശമാവ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3 ദോശയും ചുട്ടു. ഇത് ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ. ഇത്രയും രാവിലെ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ വൻ ടാസ്ക്കാണ്. വിചാരിച്ച പോലെ അങ്ങോട്ട് തിന്നാനും പറ്റുന്നില്ല. പിന്നെ ഒരു 4 ഗ്ലാസ് വെള്ളം കുടിച്ച് 5:10 ഞാൻ ഫുഡ് കഴിക്കലങ്ങ് നിർത്തി. ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ 5 മണിക്ക് മുന്നേ ഭക്ഷണം കഴിക്കുന്നത്, വെള്ളം കുടിക്കുന്നത്. ഇന്നലെ ഞാൻ വിചാരിച്ചു 5 മണിക്ക് മുന്നേ അത്യാവശ്യം നന്നായിട്ട് കഴിക്കാം, നന്നായിട്ട് വെള്ളം കുടിക്കാം. പക്ഷെ നടക്കുന്ന കാര്യമില്ല കേട്ടോ. അത്രയും രാവിലെ നമുക്ക് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതുപോലെ വെള്ളമൊക്കെ ഒരു 4 ഗ്ലാസ്സൊക്കെ ഞാൻ എങ്ങനെ കുടിച്ചത് എനിക്ക് തന്നെ അറിയാം. വിചാരിക്കുന്ന പോലെ ഒന്നും രാവിലെ എണീച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ എന്തായാലും ചെറിയ രീതിയിൽ വിശക്കുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ടൈമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിശപ്പുണ്ട്. പിന്നെ വെള്ളം കൂടിയാണ് സീനി. വെള്ളം കുടിക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഇന്ന് വേറെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും കാര്യമായിട്ട് ചെയ്യുന്നില്ല. കാരണം എനർജി പോകും, വൈകുന്നേരം വരെ നിൽക്കണ്ടേ. അതുകൊണ്ടൊരു മൂലയ്ക്ക് ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുത്തിയിരുന്ന് കുറച്ച് നേരം എക്സാം ചെയ്തു, നോട്ട് എഴുതി. അങ്ങനെ കുറച്ച് സമയം പോയി കിട്ടി. പിന്നെ ഇവന് ചായ കുടിക്കാൻ മുട്ടുന്നു എന്ന് പറഞ്ഞ് എന്നെയും കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ ഇവൻ ചായ കുടിച്ച് കഴിയുന്നവരെ ഞാനവിടെ കുത്തിയിരുന്നു. പിന്നെ ഒന്ന് ഒറ്റ കിടത്തായിരുന്നു. അവനിങ്ങനെ വായിക്കുന്നുണ്ട്, അതും കേട്ട് ഇങ്ങനെ കിടന്നു. നമുക്ക് കമ്പാരിറ്റീവ്ലി കുറവാണല്ലോ അല്ലേ, യു പിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഇവരിപ്പോൾ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് GST ഡിവൈഡ് ചെയ്യുന്നത് ജനസംഖ്യ അനുപാതത്തിലായതുകൊണ്ട് നമ്മൾ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിന് കിട്ടുന്ന ശതമാനം കുറവാണെന്ന് കേട്ടിട്ടില്ലേ, അതാണ്. ഗായ്സ് 1 മണിയായി. എന്താ ഒരു 6 മണിക്കൂർ കൊണ്ട് ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട്. എന്തെങ്കിലും കഴിക്കാൻ. വേറെ ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഒരു സത്യം പറഞ്ഞാൽ ഇപ്പം കിടന്ന സുഖമായിട്ട് കിടന്നു, ഒന്നും അറിയില്ല. ക്ലാസ് കേൾക്കുമ്പോൾ കുഴപ്പമില്ല, എഴുതാനൊന്നും പറ്റുന്നില്ല, എനർജി പോകുന്നില്ല നന്നായിട്ട്. പിന്നെ കുറച്ച് നേരം നമ്മുടെ എൻട്രിയുടെ കറണ്ട് അഫെയർസിൻ്റെ ക്ലാസ്സും കേട്ടങ്ങനെ ഇരുന്നു. അപ്പോൾ ഉറക്കം വരൽ കുറച്ചുകൂടി ഊർജിതമായി. പിന്നെ സമയം പോകാനുള്ള തത്രപ്പാടിലായിരുന്നു. പോയ വിശപ്പാണെങ്കിൽ പൂർവാധികം ശക്തിയോടെ വീണ്ടും തിരിച്ചു വന്നു. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് വെള്ളത്തിൻ്റെയും ഫുഡിൻ്റെയും വില മനസ്സിലായി. ഇപ്പോൾ സമയം ഏകദേശം 3:30 ആയിട്ടുള്ളൂ. സാധാരണ പെട്ടെന്ന് സമയം പോകുന്നത്, എന്നാണെങ്കിൽ സമയം പോകുന്നേ ഇല്ല. ഭക്ഷണം കഴിക്കാണ്ട് പിന്നെയും പിടിച്ചേക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ വെള്ളം കാണുമ്പോൾ ഭയങ്കര ഒരു ടെൻഡൻസി കുടിക്കാൻ. എല്ലാം ഡ്രൈ ആയി, മറ്റേ ചുണ്ട് ഡ്രൈ ആയി, തൊണ്ടയൊക്കെ ഡ്രൈ ആയിട്ടുള്ള. ഇനിയും ഒരു 3 മണിക്കൂർ കൊണ്ട് പിടിച്ചേക്കണം. പിന്നീടുള്ള 2-3 മണിക്കൂർ പോയത് ബിഗ് ബിയിൽ മമ്മൂക്ക വരുന്ന പോലെ വളരെ സ്ലോ ആയിട്ടായിരുന്നു. ഇപ്പോൾ സമയം 6:40. ബാംഗ്ലൂർ കേൾക്കുന്നുണ്ട്. വെള്ളം കുടിച്ചിട്ട് നോമ്പ് നോക്കാം. പിന്നെ ഞാൻ നേരെ പോയത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഈ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ ദിവസം ഈ ഉന്നക്കായാണ് ഇപ്പോൾ ആദ്യമായിട്ട് കഴിക്കുന്നത്. എന്നായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് ഫുഡിൻ്റെയും വെള്ളത്തിൻ്റെയും വില നന്നായിട്ട് മനസ്സിലായി.